തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടുത്തെ പ്രധാന കൃഷികളും മറ്റും പരിചയപ്പെട്ടുവല്ലോ. ഇന്നും നമ്മളിതാ ഇവരുടെ കൂടെയാണ് യാത്ര. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്താണ് നമ്മളിപ്പോഴുള്ളത്. നമ്മുടെ നാട്ടിൽ അമ്പലപ്രാവുകൾ എന്നറിയപ്പെടുന്ന ചാര നിറത്തിലുള്ള പ്രാവുകളെ പിടിച്ച് കറി വയ്ക്കുന്നു എന്ന് കേട്ടതോടെ നമ്മളും ഇവരോടൊപ്പം കൂടിയതാണ്. കൃഷിസ്ഥലങ്ങൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ടതോ വെള്ളം വറ്റിയതോ ആയ കിണറുകൾക്കുള്ളിൽ കൂടുവെച്ചിട്ടുള്ള പ്രാവുകളെയാണ് ഇവർ കറി വെക്കാനായി സാധാരണ പിടിക്കാറുള്ളത്. നേരം ഉച്ചയോടടുത്തിരുന്നു. ഒരുപാട് നടന്നിട്ടും പ്രാവുകളെ ഒന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഐതിഹ്യങ്ങളിൽ നിന്നാണ് തിരുനെൽവേലി എന്ന പേരിൻ്റെ ഉത്ഭവം. കനത്ത മഴയിൽ നിന്ന് വേദശർമ്മൻ എന്ന ബ്രാഹ്മണന്റെ നെൽപ്പാടങ്ങളെ സംരക്ഷിക്കാനായി ഭഗവാൻ ശിവൻ വേലി കെട്ടിയെന്നും അതിനുശേഷമാണ് തിരുനെൽവേലി എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. തമിഴ്നാട്ടിൽ ഈ സ്ഥലം നെല്ലൈ എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. പാറയിൽ തീർത്ത വലിയ കിണറിനുള്ളിലേക്ക് നിഷ്പ്രയാസം ഇറങ്ങിപ്പോകാനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ടുന്ന ഒന്ന് തന്നെയാണ്. വളരെ നീണ്ട തിരച്ചിലിനൊടുവിൽ ഒരു കിണറിനുള്ളിൽ നിന്നും പ്രാവുകളെ അവർ കണ്ടെത്തി. കൂട്ടത്തിലൊരുവൻ വളരെ സാഹസികമായി അതിലൊന്നിനെ പിടിക്കുകയും ചെയ്തു. ഒരെണ്ണം മാത്രം ഉള്ളതുകൊണ്ടാവാം എന്തോ അതിനെ അവർ കൊന്നില്ല. അവിടെ നിറയെ പ്രാവുകളെ വളർത്തുന്ന ഒരു പയ്യനെ വിളിച്ച് ആ പ്രാവിനെ അവന് വളർത്തുവാനായി കൊടുത്തയച്ചു.
കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും വൈകുന്നേരത്തോടെ അതുവരെ ആ ഗ്രാമത്തിലെ ആളുകളെക്കുറിച്ചുണ്ടായിരുന്ന ധാരണകളെയെല്ലാം തെറ്റിക്കുന്ന കാഴ്ചയാണ് അവിടുത്തെ ഗ്രൗണ്ടിൽ കണ്ടത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ വൈകുന്നേരത്തോടെ ഗ്രൗണ്ടിൽ ഒത്തുചേർന്ന് വിവിധ വ്യായാമ മുറകൾ അഭ്യസിക്കുന്നു. തമിഴ്നാട് പോലീസിലും ഇന്ത്യൻ ആർമിയിലും ചേരുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ആ ഗ്രാമത്തിൽ നിന്ന് നിരവധി യുവാക്കൾ പോലീസിലും ഇന്ത്യൻ ആർമിയിലും സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിമലിൻ്റെ വാക്കുകളാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. വലുതാകുമ്പോൾ നിനക്ക് ആരാകാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ അവൻ സയൻറ്റിസ്റ്റ് ആകണമെന്നാണ് മറുപടി തന്നത്. അതിന് അവൻ പറഞ്ഞ കാരണം, ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നത് മറ്റുള്ളവർ കണ്ടുപിടിച്ച ഉപകരണങ്ങൾ വെച്ചാണത്രേ. എന്നാൽ അവൻ കണ്ടുപിടിക്കുന്ന ഉപകരണം വെച്ച് മറ്റുള്ളവർ ജോലി ചെയ്യണം, അതാണ് അവൻ്റെ ലക്ഷ്യം. ഒരു 2ാം ക്ലാസ്സുകാരൻ്റെ വാക്കുകളാണിത്. ആടിനെയും കോഴിയെയും ബലി കൊടുക്കുന്ന, പ്രാവുകളെ വേട്ടയാടി കറി വെച്ച് കഴിക്കുന്നവരുടെ നാട്ടിൽ നല്ലൊരു ഭാവി ലക്ഷ്യം കണ്ട് ഇപ്പോഴേ പ്രവർത്തിക്കുന്ന ഒരു പുതുതലമുറയും ഇവിടെ വളർന്നു വരുന്നുണ്ട്. ആ സന്തോഷത്തിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും നിങ്ങൾക്കെൻ്റെ നമസ്കാരം.